ഹലോ, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പഴുത്ത മാങ്ങയിലേക്ക് പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓർ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ അത് വേവാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തേങ്ങാപ്പീര, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഇതൊന്നുകൂടി നമുക്ക് വേവാനായിട്ട് വെക്കാം. ഇത് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ആ സമയത്താണ് ഞാൻ തൈര് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് കടുക്, ഉള്ളി, വേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ താളിച്ചത് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കരുത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് സെർവ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഇളക്കിയാലും മതി കേട്ടോ. ഇതതുപോലെ തന്നെ ഞാൻ കുറച്ച് കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് തൈരോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് ലൂസാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.